2 വർഷത്തിനപ്പുറം നടക്കുന്ന ഏകദിന ലോകകപ്പിൽ സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും കളിക്കില്ലെന്ന് ഇന്ത്യയുടെ മുൻ താരം സുനിൽ ഗവാസ്കർ. ഏകദിനത്തിലെ മികച്ച താരങ്ങളാണെങ്കിലും നിലവിൽ ഇരുവരും മോശം ഫോമിലാണ്. ഫോമിലേക്ക് തിരിച്ചെത്തിയാൽ മാത്രമേ ഇരുവർക്കും ടീമിൽ തുടരാനാകൂ എന്നും ഗവാസ്കർ ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഏകദിനത്തിലെ മികച്ച താരങ്ങളാണ് വിരാടും രോഹിത്തും. 2027 ലോകകപ്പ് വരുമ്പോൾ അവർക്ക് സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കാനാകുന്നുണ്ടോ എന്നാകും സെലക്ടർമാർ നോക്കുക. ടീമിനെ വിജയിപ്പിക്കാൻ തക്ക സംഭാവന നൽകാൻ അവർക്കാകുമോ എന്നതാകും പരിഗണിക്കുക. സെലക്ഷൻ കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടാൽ തീർച്ചയായും ഇരുവരും ടീമിലുണ്ടാകും. എന്നാൽ അതുവരെ അവർ കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിലവിലെ ഫോമിൽ അവർക്ക് തുടരാനാകില്ല. എന്നാൽ അടുത്ത വർഷത്തേക്ക് ഫോമിലേക്ക് തിരിച്ചെത്താനും സെഞ്ചുറികൾ കണ്ടെത്താനുമായാൽ ദൈവത്തിന് പോലും അവരെ മാറ്റി നിർത്താനാകില്ലെന്നും ഗവാസ്കർ പറഞ്ഞു. അതേസമയം പാകിസ്ഥാൻ ആതിഥേയത്വം വഹിച്ച ചാമ്പ്യൻസ് ട്രോഫിയിൽ വിരാടും രോഹിത്തും കളിച്ചിരുന്നു. ടൂർണമെന്റിൽ തോൽവിയറിയാതെയാണ് ഇന്ത്യൻ ടീം കിരീടം നേടിയത്. 2027 ലോകകപ്പ് ആകുമ്പോഴേക്കും രോഹിത്തിന് 40 വയസ്സും വിരാടിന് 38 വയസ്സുമാകും. രോഹിത്തിന്റെ ഫിറ്റ്നസ് സംബന്ധിച്ച് ഇപ്പോൾ തന്നെ ആശങ്കയുണ്ട്. RCBക്ക് ഇറങ്ങുന്ന കോഹ്ലി ബാറ്റിംഗിന്റെ തുടക്കത്തിൽ താളം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നുണ്ട്. എന്നിരുന്നാലും ടൂർണമെന്റിൽ ഇതുവരെ 500-ലേറെ റൺ സ്കോർ ചെയ്ത താരം റൺവേട്ടക്കാരിൽ 4-ാമതാണ്. ടെസ്റ്റിൽ നിന്നും T20യിൽ നിന്നും വിരമിച്ച ഇരുവരും നിലവിൽ ഏകദിനത്തിൽ മാത്രമാണ് ഇന്ത്യക്ക് വേണ്ടി തുടരുമെന്ന് വ്യക്തമാക്കിയത്. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.